Welcome to the another class of electrodynamics. Today we are going to discuss about the different boundary condition of electrodynamics. ബൗണ്ടറി കണ്ടീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ, എന്താണ് ബൗണ്ടറി കണ്ടീഷന്റെ ഉപയോഗം, എപ്പോഴൊക്കെയാണ് ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ. Let us assume that a plus q point charge is situated at this point, and due to this positive charge we have an electric field lines which is represented by this arrow lines. As we know from this figure, it is shown that the lines of this field line is gradually decreasing. അത് നമ്മൾക്കറിയാം. ചാർജിന്റെ അടുത്ത് നിന്നും ദൂരത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇന്റൻസിറ്റിയും മാഗ്നിറ്റ്യൂഡും കുറയുന്നുണ്ട്. കാരണം മുകളിലത്തെ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാകും, മോഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 q/r². 1/r² ആയതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചാർജിൽ നിന്നും അകലേക്ക് പോകുന്നതനുസരിച്ച് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയുന്നത്. ആണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഒരു ഗ്രാഫ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, along x ആക്സിസിൽ we are choosing it is a distance from the point charge, and along y axis that is electric field. അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ y ആക്സിസിലും ഡിസ്റ്റൻസിനെ നമ്മൾ x ആക്സിസിലും എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയിന്റ് ചാർജിന്റെ അകലത്തേക്ക് പോകുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഇന്റൻസിറ്റി കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് കുറയുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ നടുക്ക് നമ്മൾ ഒരു സർഫസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് അൺചാർജ്ഡ് മെറ്റീരിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു അൺചാർജ്ഡ് മെറ്റീരിയൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്ന വഴിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ ആയതുകൊണ്ട് this uncharged material will not cause any difference of this electric field line. Still it will go continuously. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചാർജ് സിഗ്മ എന്ന് പറഞ്ഞ ഒരു ചാർജും കൂടി ഈ മെറ്റീരിയലിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വേറൊരു വ്യൂ ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതേ കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് ക്യൂ ചാർജ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫീൽഡ് ലൈൻസ് ആർ റെപ്രസെന്റഡ് ബൈ ദീസ് ലൈൻസ്, ആൻഡ് നൗ ദി ചാർജ്ഡ് റെപ്രസെന്റഡ് ബൈ ദിസ് സ്ട്രെയിറ്റ് ലൈൻ. ചാർജ്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചാർജ്ഡ് മെറ്റീരിയലും ഇതിന്റെ സറൗണ്ടിൽ കുറച്ച് ഫീൽഡ് ലൈൻസ് ഉണ്ടാക്കും. കാരണം ചാർജ്ഡ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇറ്റ് വിൽ ഓൾവേസ് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡോട്ട് എടുത്ത് നമ്മൾ 2 പോയിന്റ് എടുത്തു. അപ്പോൾ ഈ 2 പോയിന്റിലും ഈ മെറ്റീരിയൽ കാരണം ലൈൻസ് ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ? അപ്പൊ അതിനുവേണ്ടി ഈ മെറ്റീരിയലിനെ നമ്മൾ താഴെ വീണ്ടും ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ചാർജ്ഡ് ലൈൻസ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ നിന്നും റൈറ്റിലേക്കും ലെഫ്റ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലേക്കും ഒരു ഫീൽഡ് ലൈൻസ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് നമുക്ക് എല്ലാവർക്കും നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സിഗ്മ ഈസ് ദി സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ദിസ് മെറ്റീരിയൽ, ആൻഡ് ദിസ് മെറ്റീരിയൽ വിൽ ക്രിയേറ്റ് ഇലക്ട്രിക് ഫീൽഡ് on the both side. From right side it is towards the right, from the left side it is towards the left. ഇങ്ങനെ ഈ ചാർജ്ഡ് മെറ്റീരിയൽ ഓൺ ഇലക്ട്രിക് ഫീൽഡും ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇറ്റ്സ് ഓൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ഈ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ഈ ലൈൻസ് ആണ് ഇവിടെ ഓൾറെഡി ഉള്ള പ്ലസ് ക്യൂ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതിങ്ങനെ ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്ത മെറ്റീരിയലിൽ നിന്നും ക്രോസ് ആയിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചാർജ്ഡ് മെറ്റീരിയലിനും ഇറ്റ്സ് ഓൺ ഫീൽഡ് ഉണ്ട്. ദാറ്റ് വിൽസ് ഓൾസോ ക്രിയേറ്റഡ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതിനെ നമ്മളിവിടെ ഒരു നീല കളർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം റൈറ്റ് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ടുവേഴ്സ് ദി റൈറ്റും ലെഫ്റ്റ് സൈഡിലുള്ള സൈഡിൽ ടുവേഴ്സ് ദി ലെഫ്റ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സം ഓഫ് ദിസ് പ്ലസ് ക്യൂ ഫീൽഡ് ആൻഡ് ഡ്യൂ ടു ദിസ് ചാർജ് ലൈൻ. അപ്പൊ റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് പ്ലസ് ക്യൂ മൂലം ഉണ്ടാകുന്ന ഫീൽഡ് ലൈൻസ് ടുവേഴ്സ് റൈറ്റ്സ് ഉണ്ട്, as well as this material is also producing a field towards the right side. Some electric field will add to the right side. അപ്പോൾ റൈറ്റ് സൈഡിൽ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും. Now what about left side? ലെഫ്റ്റ് സൈഡിലുള്ള കുഴപ്പം എന്താണ്? This charged material create an electric field towards the left side, as well as the point charge
is giving some electric field towards the right. So there is an different directional ഇവിടെ എന്തുണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ അത് തമ്മിൽ എന്തുണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറവായിരിക്കും ഉണ്ടാകുക. ആരൊക്കെ കാരണം ഈവൻ ടുവേഴ്സ് ദി റൈറ്റ് സൈഡ് ആയിരിക്കും, മെറ്റീരിയലിൽ നിന്ന് വരുന്ന ടുവേഴ്സ് ദി ലെഫ്റ്റ് ആയിരിക്കും. അപ്പൊ അത് തമ്മിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ വ്യത്യാസം ഉണ്ടാവും. പഴയ കേസിലേക്ക് വരാം. ഈ മെറ്റീരിയലാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഈ മെറ്റീരിയൽ പ്ലേസ് ചെയ്തതിന്റെ പൊസിഷൻ ഏകദേശം ഇതാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ മെറ്റീരിയലിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറവായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്, ഇവിടെ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനിലേക്കുണ്ട്. മെറ്റീരിയൽ കാരണം ടുവേഴ്സ് ലെഫ്റ്റും ഈ ചാർജ്ഡ് പാർട്ടികൾ കാരണം ടുവേഴ്സ് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെറ്റീരിയലിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറവായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ആദ്യത്തെ കേസിൽ. അതേസമയം റൈറ്റ് സൈഡിലോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കൂടുതലായിരിക്കും. അതിന് കാരണം എന്താണ്? അതിന് കാരണം റൈറ്റ് സൈഡിൽ ഒരേ ഡയറക്ഷനിലേക്കാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ അടുത്ത് ഒരു ചാർജ്ഡ് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിന് സറൗണ്ടിങ് ആയിട്ടൊരു ഡിസ്കണ്ടിന്യൂറ്റി ആണ് നമ്മൾ ഇന്ന് ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ അതല്ലെങ്കിൽ ഒരു ചാർജ്ഡ് മെറ്റീരിയലിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോയാൽ there is a discontinuity in surrounding the മെറ്റീരിയൽ. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ബൗണ്ടറി കണ്ടീഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കാനുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഇലക്ട്രിക് ഫീൽഡും വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മൾ ഏതൊരു വെക്ടർ ക്വാണ്ടിറ്റിനെയും നമ്മൾ അതിന്റെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും റിസോൾവ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ നോർമലായിട്ടും ടാൻജൻഷ്യൽ ആയിട്ടും രണ്ട് തരത്തിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇലക്ട്രോസ്റ്റാറ്റിക് boundary condition. To find out how much is the discontinuity in the electric field at the surface, we imagine a thin Gaussian pillbox as shown in the figure. So let us ഒരു ചാർജ്ഡ് മെറ്റീരിയൽ ആണിത്. അപ്പം സിഗ്മ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതിന് അപ്പർ സൈഡ് ഉണ്ട്, ലോവർ സൈഡ് ഉണ്ട്. അപ്പർ സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ EN എബോവ് ആണ്. നോർമൽ ഡയറക്ഷൻ ആണ് നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാർജ്ഡ് മെറ്റീരിയലിന്റെ എബോവ് പാർട്ടിൽ നോർമൽ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് ടുവേഴ്സ് ദി അപ്പാണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ലോവർ സൈഡിലുള്ള മെറ്റീരിയലിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് ടുവേഴ്സ് ദി ഡൗൺ സൈഡ്. ഓക്കെ, നൗ for the calculation of electric field we are considering a Gaussian pillbox. അപ്പോൾ ഇവിടെ Gaussian pillbox എന്ന് പറഞ്ഞാൽ ഇവിടെ വൈറ്റ് കളറിലുള്ള സംഭവം ഈ സർഫസിന്റെ മുകളിൽ വെച്ചതും ഇവിടെ ഈ ഡോട്ടഡ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്നത് ഈ ചാർജ്ഡ് സർഫസിന്റെ ലോവർ പാർട്ടിലും വെച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ നമുക്കൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേജ് അസ്യൂം ചെയ്യുക. ആ പേജിന്റെ മുകളിൽ ഒരു മാച്ച് ബോക്സ് വെച്ചു, താഴെയും ഒരു മാച്ച് ബോക്സ് വെച്ചു എന്ന് പറഞ്ഞ ഒരു സാദൃശ്യമാണ് ഈ പിക്ചറിലുള്ളത്. ഈ വൈറ്റ് ആയിട്ട് കാണുന്നത് is the above the surface and the dotted curve will represent the below the surface. Now L is the length of the Gaussian box, A is the area of the surface and H is the total height. That means from the top of the part to the bottom. അപ്പോൾ ഈ ഒരു സർഫസിൽ എബോവ് ദി സർഫസിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h/2 ആയിരിക്കും. ടോട്ടൽ ഹൈറ്റ് ആണ് h. Now according to Gauss's law, closed surface E dot ds is equal to q enclosed by epsilon 0. q enclosed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sigma is the surface charge density, so sigma a divided by epsilon 0. Since the pillbox considered is small and extremely thin, only the normal component contribute to the surface integral. അപ്പോൾ നമ്മളിവിടെ ഈ ചാർജ്ഡ് സർഫസിനെ എൻക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തേക്കുന്നത്. ആ ഗോഷ്യൻ സർഫസ് നമ്മൾ ഗോഷ്യൻ പിൽ ബോക്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പിൽ ബോക്സിന്റെ ഹൈറ്റ് വളരെ തിൻ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺട്രിബ്യൂഷൻ ഈ എബോവ് ദി സർഫസിലും താഴെ ബിലോ ദി സർഫസിലും മാത്രമായിരിക്കും. അതല്ലാതെ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ പാർട്ടിൽ എഡ്ജിൽ അതിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ആംഗിളും ദി ആംഗിൾ ബിറ്റ്വീൻ ദി സർഫസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 90 ആണ്. കാരണം ഈ അപ്പർ പാർട്ടിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്
നേരെ മുകളിലേക്കാണ് പോകുന്നത്. അതേപോലെ ഇവിടെ ഇ ഡോട്ട് ഡി എസ് കണ്ടുപിടിക്കുമ്പോൾ ഡി എസിന്റെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? ആ സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആംഗിൾ 90 ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ സൈഡുകളിലൂടെയുള്ള ഫ്ലെക്സിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഉണ്ടാവും? അപ്പർ പാർട്ടും ഉണ്ടാവും, അതേപോലെ താഴെയുള്ള ലോവർ പാർട്ടും ഉണ്ടാവും. അപ്പൊ 2 സർഫസും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സർഫസും നമുക്ക് ഈ 90 ഡിഗ്രി വെച്ചുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല? ഈ സർഫസിന്റെ ഡി എസ് എന്ന് പറയുന്നത് നേരെ മുകളിലേക്കായിരിക്കും. അപ്പോൾ വിച്ച് ഈസ് പാരലൽ ടു ഇ എൻ അബോവ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോസ് 0 ആംഗിൾ ബിറ്റ്വീൻ ഡി എസ് ആൻഡ് ഇ 0 ആണ്. സോ നമുക്ക് ഈ ഡി എസ് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ 2 പാർട്ടുകൾ, ഒന്ന് എബോവ് ദി സർഫസ്, ഒന്ന് ബിലോ ദി സർഫസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസിന് 2 സർഫസ് മാത്രമേ ഉള്ളൂ. അതേതൊക്കെയാണ്? ഇ എൻ എബോവ് ഇൻറ്റു എ മൈനസ് ഇ എൻ ബിലോ ഇൻറ്റു എ. വാട്ട് ഈസ് ഇ എൻ എബോവ് ഇൻറ്റു എ? ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമൽ കമ്പോണന്റ് എബോവ് ദി സർഫസ്. അതാണ് നമ്മൾ ഇവിടെ എ എന്ന് എഴുതിയ ഭാഗമാണ് ഇ എൻ എബോവ് ഇൻറ്റു എ. ഇതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ലോവർ പാർട്ടും ഉണ്ടാവും. അതാണ് ഇ എൻ ബിലോ ഇൻറ്റു എ, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ 0. എ ക്യാൻ ബി ക്യാൻസൽ. സോ the amount of discontinuity in the normal component of the electric field above and below plane is En above minus En below is equal to sigma by epsilon 0. അപ്പോൾ നമ്മൾ പറഞ്ഞേക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമൽ കമ്പോണന്റിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് ബൈ ആൻ എമൗണ്ട് സിഗ്മ ബൈ എപ്സിലോൺ 0. ഒരു ചാർജ്ഡ് സർഫസിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമൽ കമ്പോണന്റിന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എബോവ്, ഒരു ചാർജ് സർഫസിന്റെ എബോവില് ഒരു 5 ഫോർ എക്സാമ്പിൾ 5 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. താഴെ 4 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മൈനസ് 4 വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ ഒരു 1 എമൗണ്ട് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി നോർമൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഹാവ് എ ഡിസ്കണ്ടിന്യൂറ്റി ബൈ ആൻ എമൗണ്ട് സിഗ്മ ബൈ epsilon. Okay, if charge surface ഇല്ലെങ്കിലോ there is no discontinuity. That means En above is equal to En below. ഇത് നോർമൽ കമ്പോണന്റിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ ടാൻജൻഷ്യൽ കമ്പോണന്റ്. എന്തുകൊണ്ടാണ് ടാൻജൻഷ്യൽ കമ്പോണന്റ് പറയുന്നത്? Since electric field is a vector quantity, all the vector quantity we can resolve into normal component and tangential component. For the case of tangential component, we are taking another equation, that is closed line E dot dl is equal to 0. നമ്മൾ നേരത്തെ നോർമൽ കമ്പോണന്റ് ആണ് എടുത്തതുകൊണ്ട് ക്ലോസ്ഡ് സർഫസ് ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്തു. ഇവിടെ ടാൻജൻഷ്യൽ കമ്പോണന്റ് ആണ് എടുക്കേണ്ടത് കൊണ്ട് ക്ലോസ്ഡ് ലൈൻ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സംഭവം കൂടി നമ്മൾ എടുത്തു. ദി സെയിം സർഫസ് വിച്ച് വി ആർ ഗോയിങ് ടു കൺസിഡർ. ദി above the surface electric field lines are normal to the surface, and for the below, that is En below. Now we are going to take another one, that is E tangential. This is normal component, this is tangential component. So above the surface, the tangential component of electric field towards the left, and in case of below, that is opposite to the above. So we have 4 direction. One is En above, En below, E tangential above, and E tangential below. Now we are considering a Gaussian pillbox. So this is a Gaussian pillbox. ഇത് നമ്മൾ എടുത്തേക്കുന്നത് ഒരു സർഫസ് ഉണ്ട്. ആ സർഫസ് ഒരു സ്ക്വയർ ലൂപ്പ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ഈ സ്ക്വയർ ലൂപ്പിന്റെ പകുതി എബോവ് ദി സർഫസും പകുതി ബിലോ ദി സർഫസും. ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ബിലോ ദി സർഫസ് ആണ്. Now L is the length of the loop and H is the total height of the loop which transforms above the surface to the below the surface. Now we are considering in an anti-clockwise direction, that is first is towards the left, this yellow line, now it is going to the black, now it is a red, now it is a blue line, a green line, and finally it is a purple line. So in this way we are going to calculate the E dot dl, because E dot dl is a closed circuit, so we have to take a path. Now we are taking a path which is anti-clockwise. എങ്ങനെയാണ് എടുക്കുന്നത്? നമുക്ക് ഇ ഡോട്ട് ഡി ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇ ഡോട്ട് ഡി എല്ലിനെ ഒരു ക്ലോസ്ഡ് പാത്തായിട്ട് എടുക്കുമ്പോൾ നമ്മൾ എവിടെ നടക്കണം? എല്ലിലൂടെ തുടങ്ങി കംപ്ലീറ്റ് എച്ച് വഴി താഴെ വഴി മുകളിലേക്ക് എത്തണം. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു സർഫസ് ആണ്.
ഈ സർഫസിന്റെ മുകളിൽ നമ്മൾ ഒരു ലൂപ്പ് വെച്ചിട്ടുണ്ട്, അതിന്റെ ബാക്കി താഴെയാണുള്ളത്. അപ്പൊ നമുക്ക് ഈ ലൂപ്പിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമുക്കിവിടെ എബോവ് ദി ലൂപ്പ് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇത് ടാൻജൻഷ്യൽ കമ്പോണന്റ് ആണ്, ഇവിടെ നിന്ന് താഴേക്കുണ്ട്, ഇതിന്റെ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട്, പിന്നെ ഈ പാർട്ടുണ്ട്, അതിനുശേഷം ഈ പാർട്ടുണ്ട്, പിന്നെ ഈ പാർട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര പാർട്ടുണ്ടാവും? 2 ടാൻജൻഷ്യൽ, ഒന്ന് എബോവ് ദി ലൈൻ, 2 ബിലോ ദി ലൈൻ. പിന്നെ നോർമൽ കമ്പോണന്റ് എത്ര ഉണ്ട്? ഇവിടെ ഒരു എബോവ് ദി ലൈൻ ഉണ്ട്, ഇവിടെയും വേറെ എബോവ് ഉണ്ട്, ഇവിടെ താഴെ ബിലോ ദി ലൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബിലോ ദി സർഫസ് ഉണ്ടാവും, ഇവിടെയും ബിലോ ദി സർഫസ്. സോ വി ഹാവ് 2 ടാൻജൻഷ്യൽ കമ്പോണന്റ് ആൻഡ് 4 നോർമൽ കമ്പോണന്റ്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ പിക്ചറിൽ കണ്ടതുപോലെ ഈ സർഫസിന്റെ എബോവിലുള്ള ഇലക്ട്രിക് ലൈൻ മുകളിലേക്കാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. താഴെയോ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സപ്പോസ് ഈ ഒരു ഡയറക്ഷൻ, ഈ ടാൻജൻഷ്യലിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്ത് ഇങ്ങോട്ട് പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ താഴെയുള്ളതിന് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, അതാണ് ടാൻജൻഷ്യലിന്റെ ഡയറക്ഷൻ. ഇനിയിപ്പം നോർമൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി നമ്മൾ നേരെ താഴേക്കാണ്. നമ്മുടെ ഡയറക്ഷൻ എന്താണ്? മുകളിൽ നിന്ന് താഴേക്കാണ്. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡയറക്ഷൻ എങ്ങോട്ടാണ്? നേരെ മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷൻ എടുത്തു. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇതിനുശേഷം ഇവിടെ നേരെ താഴേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഓൾറെഡി ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ മുകളിലേക്കാണ്. സോ നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അവിടെ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഇനി അതേപോലെ താഴെ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ നിന്നാണ് നമ്മൾ നേരെ താഴേക്കാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ ആ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ലൈൻ. കാരണം ഈ സർഫസിന്റെ താഴെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ താഴേക്കാണ്. അപ്പൊ നമ്മൾ പോകുന്നതും താഴേക്കാണ്. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ ആദ്യം ഈ ടാൻജൻഷ്യൽ എബോവ് ഇൻറ്റു എൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഇവിടെ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷന് ഞാനിവിടെ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഈ ടാൻജൻഷ്യൽ എബോവ് ഇൻറ്റു എൽ? ഈ മുകളിലുള്ള ക്ലോസ്ഡ് ലൈൻ ഇ ഡോട്ട് ഡി എല്ലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ്. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു? ആദ്യം നമ്മൾ ഇവിടുന്ന് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ഇതെന്ത് കമ്പൗണ്ട് ആണ്? ടാൻജൻഷ്യൽ കമ്പൗണ്ട്. സോ ഈ ടാൻജൻഷ്യൽ എബോവ്, കാരണം സർഫസിന്റെ എബോവ് ആണ്, ഇൻറ്റു ഡി എൽ ഉണ്ട്. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെ ടോട്ടൽ ലെങ്ത് എൽ. സോ ഈ ടാൻജൻഷ്യൽ എബോവ് ഇൻറ്റു എൽ മൈനസ് ഇ എൻ എബോവ് ഇൻറ്റു h/2. സർഫസിന് മുകളിലുള്ള ഹൈറ്റ് എത്രയാണ്? h/2 ആണ്. രണ്ടാമത്തത് ഇലക്ട്രിക് ഫീൽഡിന്റെ നോർമൽ കമ്പൗണ്ട് ആണ്, അതുകൊണ്ടാണ് ഇ എൻ എബോവ് ഇൻറ്റു h/2 ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സൈൻ ആണ്. ഈ സർഫസിന്റെ എബോവിലുള്ള ഇലക്ട്രിക് ഫീൽഡ് മുകളിലേക്കാണ്, അതേസമയം നമ്മൾ പോകുന്നത് താഴേക്കാണ്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ കൊടുത്തു. ഇനി അടുത്തത് റെഡ് ലൈൻസ് ആണ്. റെഡ് ലൈൻസ് എങ്ങനെയാണ്? പ്ലസ് ഇ എൻ ബിലോ ഇൻറ്റു h/2. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് h/2 ആണ്, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡൗൺ ആണ്, അതുകൊണ്ടാണ് ഇ എൻ ബിലോ എന്ന് കൊടുത്തത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സെയിം ആണ്. കാരണം എന്താണ്? ബിലോ ദി സർഫസിൽ താഴേക്കായിരിക്കും. അപ്പോൾ നമ്മളവിടെ പ്ലസ് കൊടുത്തു. ഇനി എന്തുണ്ട്? ഒരു ബ്ലൂ ലൈൻസ് ഉണ്ട്, അതാണ് ബിലോ ടാൻജൻഷ്യൽ കമ്പൗണ്ട് ആണ്. അപ്പോൾ മൈനസ് ഈ ടാൻജൻഷ്യൽ ബിലോ ഇൻറ്റു എൽ. മുകളിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് എടുത്തപ്പോൾ താഴെ നമ്മൾ റൈറ്റിലേക്ക് നെഗറ്റീവ്. അതിനുശേഷം അടുത്ത ഗ്രീൻ ലൈൻ ആണ്, അത് ബിലോ ആണ്, അതുകൊണ്ട് ഇ എൻ ബിലോ ഇൻറ്റു h/2. നമ്മൾ ആരോ ഡയറക്ഷൻ പോകുന്നത് മുകളിലേക്കാണ്, ബിലോ ദി സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് താഴേക്കാണ്, അതുകൊണ്ട് മൈനസ് കൊടുത്തു. പിന്നെ ബാക്കി എന്തുണ്ട്? ഈ എബോവ് ദി സർഫസിലെ നോർമൽ കമ്പൗണ്ട്, രണ്ടിന്റെ ഡയറക്ഷൻ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇ എൻ എബോവ് ഇൻറ്റു h/2 വിച്ച് ഈസ് ഈക്വൽ ടു 0. രണ്ട് സെയിം പാർട്ട് ഉണ്ടെങ്കിൽ അതിനെ സെയിം ആയിട്ട് സംഭവത്തിന്റെ എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാൻജൻഷ്യൽ എബോവ് ഇൻറ്റു എൽ മൈനസ് ഈ ടാൻജൻഷ്യൽ ബിലോ ഇൻറ്റു എൽ വിച്ച് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഇ ടി എബോവ് മൈനസ് E t below is equal to 0. That means E tangential above is equal to E tangential below. The tangential component of electric field at the boundary is always continuous irrespective of the surface of the material. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിൽ ചാർജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി ബൗണ്ടറി ഈസ് കണ്ടിന്യൂസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എബോവിലുള്ള സർഫസിന്റെ എബോവിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എമൗണ്ട് തന്നെയായിരിക്കും ടാൻജൻഷ്യന്റെ ബിലോയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇൻ കേസ് ഓഫ് എ ടാൻജൻഷ്യൽ കമ്പോണന്റ്. അപ്പോൾ നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ കമ്പോണന്റിനെയും ടാൻജൻഷ്യൽ കമ്പോണന്റിനെയും ഒരേപോലെ പറയുകയാണെങ്കിൽ നോർമൽ കമ്പോണന്റിന്റെ ഇക്വേഷൻ ഇ എൻ എബോവ് മൈനസ് ഇ എൻ ബിലോ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഇതിനെയും
ഇപ്പോൾ കണ്ടുപിടിച്ച സംഭവത്തിനെ അങ്ങോട്ട് നമ്മൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ E above മൈനസ് E below ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ഡിസ്കണ്ടിന്യൂറ്റി ഉള്ളത് നോർമൽ കമ്പൗണ്ട് ആയതുകൊണ്ട് E above മൈനസ് E below ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു n ക്യാപ്. താങ്ക് യു.